വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. ഹലോ ഹലോ, യെസ്, പറയൂ, ആരാണ്? ഓ, ഹലോ. പേര് എനിക്ക് പറയാനുള്ള നിങ്ങളെ ക്ലിയർ ആവുന്നില്ല. പേര് അബ്ദുൽ. വെറും അബ്ദുൽ. ആ ആ, പറയൂ അടിമ, എന്താ വിളിച്ച? എനിക്ക് പറയാനുള്ള ആ കാലഘട്ടത്തിലെ ജീവിത സാഹചര്യം. ഓക്കെ, സമ്മതിച്ചു. ഈ ഇസ്ലാമിന്റെ ഒരു പാശ്ചാത്യം ഉണ്ടല്ലോ. ആ ഹലോ. ആ, എക്സ് മുസ്ലിമാ? എക്സ് അങ്ങനെ അങ്ങോട്ടായില്ല. എക്സ് വൈ സെഡ് അവിടെ വരെ എത്തിയത്. അതെ അതെ. ശരി, പറഞ്ഞോളൂ. അതില് അങ്ങനത്തെ സാഹചര്യം നമ്മള് പിന്നെ അവരിങ്ങോട്ട് യുദ്ധം ചെയ്യുന്ന ആൾക്കാരായിരുന്നു അവിടെ, അല്ലെ? ആര്? ഖുർആനിൽ തൗബ സൂറത്ത് പറയുന്നുണ്ടല്ലോ, പിന്നെ ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അന്ന് തന്നെ മാസങ്ങൾ 12 അതിൽ 4 മാസം യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളായിരുന്നു. അതായത് അവിടെ ഗോത്രാചാരപ്രകാരം എങ്ങനെ അവർ യുദ്ധം ചെയ്തോളുന്ന സമൂഹമാണ്. അപ്പൊ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് മാത്രമേ തെറ്റല്ല. അതുകൊണ്ട് അപ്പോ പിന്നെ അങ്ങനെ ഇവരെ പെട്ടെന്ന് യുദ്ധത്തിലേക്ക് പോലെ ആകർഷിക്കാൻ പറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലക്ക് പിന്നെ ഇവര് അങ്ങോട്ട് യുദ്ധം ചെയ്താൽ അങ്ങോട്ട് യുദ്ധം ചെയ്യും. അതായത് ഒരു വർഷം മഴ പെയ്യുക, അങ്ങനെ എന്തെങ്കിലും ക്ഷാമം വരുന്ന സമയത്ത് പോലെ അടുത്ത് പോയിട്ട് ആടിനെയും ഒട്ടകത്തിനെയൊക്കെ മോഷ്ടിക്കും. അപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഉണ്ടാവും. മോഷ്ടിക്കുകയാണോ യുദ്ധമാണോ? അല്ല, പോയിട്ട് ഒരു സ്വാഭാവികമായിട്ട് ഇങ്ങനെ അതൊരു ഈ എന്താ പറയാ സർവൈവലിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് സംഭവിക്കുന്നത്. അതായത് ആദ്യം സിദ്ധാന്തം പോലെ മോഷണം. അതായത് ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ പോയി മോഷ്ടിച്ചു പോലെ. അപ്പൊ മുഹമ്മദ് നബി മോഷ്ടിച്ചിട്ടുണ്ട്. അതെ, മുഹമ്മദ് നബി മോഷ്ടിച്ചിട്ടുണ്ട്. മോഷണം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. മുഹമ്മദ് നബി അതാണല്ലോ അവിടെ സമ്മതിക്കുകയാണോ? അല്ല, മോഷ്ടിച്ചെന്നല്ല, പിന്നെ അത് അങ്ങനെയാണ്, പിടിച്ചു പറിക്കുകയാണ് സംഭവം. പിടിച്ചു പറിക്കലൊരു മോഷണം തന്നെയല്ലേ? ഇതൊരുമാതിരി മറ്റേ എനിക്ക് പാൻസ് വേണ്ട ഞെരിയാണി വരെയുള്ള നിക്കർ മതി എന്ന് പറഞ്ഞ മാതിരി ആയിപ്പോയല്ലോ. ഏതായാലും അതാണ് അവിടെ സംഭവിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുവെച്ചാ അവര് പട്ടിണി എന്നുവെച്ചാ വിശപ്പടക്കാൻ വേണ്ടി ഇച്ചിരി കശപിശ പിടിച്ചു പറിയൊക്കെ നബി നടത്തിയിരുന്നു. അതെ അതെ. ശരി, കൊള്ളാം. അതായത് ഇതുപോലുള്ള പിടിച്ചുപറിയൊക്കെ നടത്തിയിരുന്ന ഒരാളാണ് മാനവരിൽ മഹോന്നതൻ. എനിക്ക് ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഘട്ടത്തിൽ നമ്മളെ ഇസ്ലാമിക് ഗ്രൂപ്പുകളിൽ വന്ന 2 മെസ്സേജുകളാണ് എന്റെ ഇതിൽ സത്യം ഉണ്ടെന്ന് മനസ്സിലായത്. എന്താണത്? അത് ഒന്ന്, ഈ അടിമത്തത്തിന്റെ വിഷയം പറയുന്ന സമയത്ത് ഈ സെയ്ദ് നബിന്റെ അടുത്ത് എത്തുന്ന ഘട്ടം ഉണ്ടല്ലോ, അത് പറയുന്നത് സെയ്ദിന്റെ വീട്ടില് രാത്രി ചെന്നിട്ട് കൊള്ളക്കാർ വന്നിട്ട് മാതാപിതാക്കളൊക്കെ പിടിച്ചു കെട്ടിയിട്ട് ഇവനെ കൊണ്ടുവന്നിട്ട് പിന്നെ മക്കത്ത് അടിമച്ചന്തന് കൊണ്ട് വെക്കുകയാണ്. എന്നിട്ട് അങ്ങനത്തെ ഒരു സമൂഹമാണ് അവിടെ ഉള്ളത്. ആ ഘട്ടത്തിൽ പിന്നെ ഇപ്പൊ യുദ്ധത്തിന് ആളുകൾ ചിലപ്പോൾ കിട്ടുമല്ലോ അങ്ങനത്തെ ആളുകളാ. അതുകൊണ്ട് അപ്പൊ അതോടൊപ്പം പിന്നെ ഈ ഖുർആനിൽ ഇങ്ങനെ വന്നല്ലോ ഈ സംഭവം, പിന്നെ ആകാശവും ഭൂമി സൃഷ്ടിച്ചാൽ തന്നെ അള്ളാഹു മാസങ്ങൾ 12 മുതൽ 4 മാസം യുദ്ധം നിരോധിക്കപ്പെട്ട മാസമായിട്ട് വീണ്ടും യുദ്ധമല്ലാന്ന് പറഞ്ഞില്ലേ? മോഷണം വരുന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? കശപിശ അല്ല, യുദ്ധം ഓമനപ്പേരിട്ട് വിളിച്ച് അത് തുടക്കം മുതൽ അതിന് മുമ്പേ അതന്നാണ് അവരുടെ സിസ്റ്റം. ഓക്കെ, സി, ഈ ആ കാലഘട്ടത്തിൽ ആളുകൾ ജീവിച്ചിരുന്ന എല്ലാ തെണ്ടിത്തരങ്ങളും ആവർത്തിക്കാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രവാചകന്റെ ആവശ്യമുണ്ടോ? ആ പ്രവാചകൻ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ളതല്ലേ ചെയ്യേണ്ടത്? അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കേൾക്കും. അതായത് നമ്മൾ മുഹമ്മദ് നബീനെ എന്തെന്നാ വിളിക്കുന്നത്? മാനവരിൽ മഹോന്നതൻ അല്ലേ? അല്ലേ? മാനവരിൽ മഹോന്നതൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതും ഇന്നത്തേക്കൊന്നും അല്ല, ഇനി വരാനിരിക്കുന്ന കാലത്തേക്കൊന്നും കൂടിയാ പറഞ്ഞു വെച്ചാൽ. അപ്പൊ അയാൾ ചെയ്ത ഒരു തെണ്ടിത്തരം നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോ നിങ്ങൾ ഈ വിശ്വാസികൾ എന്താ പറയുന്നത്? അത് അന്നത്തെ കാലത്തെ ഒരു കാര്യമാണെന്നാ പറയുന്നത്. അതായത് അപ്പൊ അത് തെണ്ടിത്തരാണെന്ന് അവർക്കറിയാം. അത് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന സാധനമാണെന്നും അറിയാം. അപ്പൊ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന തെണ്ടിത്തരം അതേപോലെ ചെയ്തൊരു തെണ്ടിയാണോ മുഹമ്മദ് നബി? ഇതാ നമ്മൾ ചോദിക്കണേ. ഇങ്ങനെയുള്ള ഒരാളെ നമ്മൾ മാനവരിൽ മഹോന്നതൻ വിളിക്കുന്നത് എങ്ങനെ? അതിങ്ങനെ പറഞ്ഞെങ്കിലല്ലേ ആൾക്കാരെ കിട്ടുള്ളൂ.
അത് വൻ ചീറ്റിയാണ് നടക്കുന്നത് ഉസ്താമാരൊക്കെ ചെയ്യുന്നത്. അതല്ല ഞാൻ ചോദിക്കുന്നത്. അതായത് ഇതല്ലേ നമ്മൾ ചോദിക്കേണ്ടതെന്നാ ഞാൻ ചോദിക്കുന്നത്. അതെ അതെ, അത് വേണം ചോദിക്കണം. അപ്പൊ നമ്മൾ ഇത് പറയുന്ന സമയത്ത് അത് അന്നത്തെ കാലത്തെ ആയിരുന്നു എന്ന് പറയുന്നതിൽ വല്ല കഴമ്പുണ്ടോ? ഒരു കാമ്പുമില്ല. അപ്പൊ അന്നത്തെ കാലത്തുള്ള എല്ലാ തെണ്ടിത്തരങ്ങളും ചെയ്തു നടന്ന തെണ്ടികളെ പോലെ മറ്റൊരു തെണ്ടിയാണ് ഈ പറയുന്ന മാനവരിൽ മഹോന്നതൻ എന്നും പറയുമ്പോ പിന്നെന്താണ് അതിനകത്ത് പ്രത്യേകത? അങ്ങനെ ഒരാളെ നമ്മൾ എന്തിനാണ് ഈ മാനവരിൽ മഹോന്നതൻ എന്ന് വിളിക്കുന്നത്? എല്ലാവരെയും പോലെ ഒരാള്. പിന്നെ ബിസിനസ് ട്രിക്ക് ആണത്, അല്ലെങ്കിൽ ആളെ കിട്ടുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്? അപ്പോ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെന്തിനാ നിങ്ങൾ ഇത് ഇപ്പോഴും ഇങ്ങനെ എക്സ് അല്ല വൈ അല്ല എന്നൊക്കെ പറഞ്ഞ് നിക്കണേ? എനിക്കതാ മനസ്സിലാവാത്തെ. അല്ല, നമ്മള് സമൂഹത്തിൽ നമ്മൾ ജീവിച്ചു പോകണ്ടേ? ലെവലിങ്ങനെ മുന്നോട്ട് പോവാ. വയറ്റിപ്പഴപ്പാണ് അപ്പൊ പ്രശ്നം. വയറ്റിപ്പഴപ്പാണ് പ്രശ്നം. ശരി. ഏതായാലും അത് പിന്നെ എന്താ പറയാ, നമ്മുടെ ഈ മുഹമ്മദിന്റെ കേസ് മാത്രമല്ല, നമ്മുടെ മുൻ കഴിഞ്ഞു പോയ എല്ലാ സമൂഹങ്ങളും രാജാക്കന്മാരും മൊത്തം ചെയ്ത ഏർപ്പാടാണിത്. നിങ്ങൾ പറയുന്നു പല രാജാക്കന്മാരും ചെയ്തിട്ടുണ്ട്, അതേപോലെ ഒരു തെണ്ടി രാജാവാണ് മുഹമ്മദ് നബി എന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? അതെ, അത് തന്നെ. പക്ഷെ ആളുകൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ഇതിന്റെ ഒരു ശാസ്ത്രീയ വശം കൂടി കൂട്ടി അവതരിപ്പിച്ചെങ്കിൽ ഇനി ശാസ്ത്രം വേണം. ഞാൻ വിചാരിച്ചത് ശാസ്ത്രം വേണം. അതായത് പരിണാമത്തിന്റെ ഒരു വേറൊരു ഭാഗമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത്? ഈ പറഞ്ഞ മതങ്ങളെ ഓരോ മതങ്ങളെ ഉൽപ്പത്തിയും അങ്ങനെ അതൊക്കെ സ്വാഭാവികം. നമ്മുടെ മനുഷ്യവംശത്തിന്റെ ആ ഒരു ആവിർഭാവത്തിൽ ഇടയ്ക്ക് വന്നു ചേർന്നിട്ടുള്ള ഒരു സംഗതിയാണ്, അതിലൊന്നും സംശയമൊന്നുമില്ല. പക്ഷെ അത് നമ്മൾ തിരിച്ചറിവ് കളയാൻ നമുക്ക് പറ്റണ്ടേ? ഈ രൂപത്തിലാവുമ്പോ കുറച്ചുകൂടി ആളുകൾ ഉൾക്കൊള്ളും എനിക്ക് തോന്നുന്നു. അതാ പറഞ്ഞത്. നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങും, എന്നിട്ട് അത് ആ രീതിയിൽ പറയും. ഞാനും തന്നെ അങ്ങനെ പറയണമെന്ന് ഇപ്പൊ നിർബന്ധിക്കണം എന്തിനാ? കാരണം അതെന്തേ, നമുക്കിപ്പോ നമ്മുടെ ആവശ്യം എന്താണ്? എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് പോകണം. ഇതല്ലേ നമ്മുടെ ആവശ്യം? ഞാൻ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഷോർട്ടസ്റ്റ് വഴി കൂടെ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന ഒരാളാണ്. നിങ്ങൾ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ ഈ വഴി കൂടെ പോകണ്ട, ഒന്നുകൂടി അപ്പുറത്തെ ആ ഒരു സിയും ഡിയും വഴി പോയാൽ കുറച്ചും കൂടി നല്ലതല്ലേ എന്നാണ് ഇപ്പൊ എന്നോട് ചോദിക്കണേ. എനിക്ക് സമയമില്ല സുഹൃത്തെ. അത് ഓക്കെ, അത് നമുക്ക് മനസ്സിലാകും. ഞാനിപ്പോ ഇത്രയും നേരം ഞാൻ സംസാരിച്ചു, വല്ല തെറിയും ഞാൻ പറഞ്ഞു? ഞാൻ ആരോടും പറയാറില്ല. അറബിയിലുള്ള സാധനം ഞാൻ ചിലപ്പോൾ മലയാളത്തിൽ പറയും. അതൊരു തെറ്റാണോ സുഹൃത്തെ? അല്ല. അതായത് ഇപ്പൊ അറബിയിൽ പറയുന്നു, നിങ്ങൾ എന്താണ് മറ്റേ ഭാര്യയെ അടിക്കുക അനുസരണക്കേട് കാണിച്ചാൽ എന്ന്, അവിടെ ഭയന്നാൽ അടിക്കുക എന്ന് പറയും അറബിയിൽ. ഞാനത് പച്ച മലയാളത്തിൽ അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയന്നാൽ ഭാര്യയെ കെട്ടിയിട്ട് പൂശ എന്ന് ഞാൻ പറയും. ഇതൊരു തെറ്റാണോ സുഹൃത്തെ? ആണോ? അല്ലല്ലോ. അല്ല, ഇത് പിന്നെ എങ്കിലും വിശ്വാസികൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ വിശ്വാസികളൊക്കെ എത്ര പേര് കേൾക്കും? ഈ ഫോണിൽ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതൊരു തെറ്റിദ്ധാരണയാണ്. ഈ വിശ്വാസികൾ കേൾക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ധരിക്കുന്നത്? ഇവിടെ ലോകത്ത് അല്ലെങ്കിൽ ഇപ്പൊ കേരളത്തിൽ എത്ര കോടി മുസ്ലിങ്ങളുണ്ട്? ആ എല്ലാ മുസ്ലിങ്ങളും ഞാൻ പറയണ കേൾക്കണം എന്നാണോ നിങ്ങൾ വിചാരിക്കണം? അങ്ങനെ കേൾക്കോ? അങ്ങനെ കേൾക്കൂല. നമ്മൾ അവരിൽ ഒരു 20-25% ആളുകൾ കേൾക്കാനാണ് നമ്മൾ പണിയെടുക്കണേ. അതായത് 4 മുസ്ലിങ്ങളെ എടുക്കുമ്പോൾ ഒരാൾ കേട്ടാൽ മതി, അത്ര എനിക്ക് വേണ്ടു. ഓക്കെ. പക്ഷെ ഇപ്പോഴത്തെ എണ്ണ എത്രയെന്ന് വല്ല പിടിയുണ്ടോ താങ്കൾക്ക്? ഉണ്ടോ? പക്ഷെ നമുക്ക് അനുഭവത്തിൽ വെച്ച് ആരും മാറിയിട്ടില്ല. നമ്മൾ ആരെടുത്ത് പറഞ്ഞിട്ടാണെങ്കിൽ പോലെ നമ്മളെ അകറ്റി നിർത്തുക ചെയ്യുന്നു. അത് മാറും, കുറച്ച് കഴിയുമ്പോൾ മാറും. നിങ്ങൾ അവിടെ ചെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ? നിങ്ങൾ എവിടുന്ന കേട്ടോ? അതെ, ഞാന് നമ്മുടെ ഒരു സുഹൃത്ത്, ഒരു തങ്ങള് ആദ്യം നമ്മളെ ഡ്യൂട്ടി സമയത്ത് ഇങ്ങനെ പറയും, നമ്മളെ ജബ്ബാർ മാഷ വീഡിയോ ഷെയർ ചെയ്ത് തരും. അത് കണ്ടും കഴിഞ്ഞിട്ട് നിങ്ങൾ എന്റെ അടുത്തേക്ക് എപ്പോ എത്തിയേ? നിങ്ങളെ അടുത്തേക്ക് അധികം കാലമായിട്ടില്ല. എത്തിയില്ലേ? അതേപോലെ എല്ലാവരും എത്തിക്കോളും. നിങ്ങളൊന്ന് അവർക്ക് സമയം കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ കേഴ്സ് ഓഫ് നോളജ് എന്ന് പറയാം. നിങ്ങളത് എത്തി, നിങ്ങൾ മനസ്സിലാക്കി, അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് എല്ലാവരും ഇതേ സ്പീഡിൽ എത്തണം. അതുണ്ടാവില്ല. അവർക്ക് അവരുടെ സമയം എടുക്കും. അത് അവരുടെ ലിബർട്ടിക്ക് വിടുക. ഓക്കെ. നമ്മളുടെ ലക്ഷ്യം, നമ്മളുടെ പണി എന്താണ്? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്.
നിങ്ങളുടെ പണി എന്താണ് നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക പറ്റുന്ന വേദികൾ. ക്ലോസ് സർക്കിളിലൊക്കെ പറഞ്ഞ് നിങ്ങൾ വെറുതെ സുഹൃത്തുക്കൾ ഇല്ലാണ്ടാക്കരുത്. ഓക്കെ, അതൊന്നും ചെയ്യരുത്. നിങ്ങളല്ലാതെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്ന സ്ഥലത്ത് പറയുക. കോമൺ ആയിട്ട് ഡിസ്കഷൻസ് നടക്കുമ്പോൾ കൗണ്ടർ പോയിന്റ്സ് വെച്ചോ, അതിനൊന്നും തെറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇത് പറഞ്ഞ് അവരുമായിട്ട് തർക്കി. ഞാനിപ്പോൾ ഈ കാര്യമൊന്നും എൻ്റെ വീട്ടിൽ ഞാൻ തർക്കിക്കാൻ നിൽക്കാറുണ്ടായിരുന്നില്ല, എന്നിട്ട് പോലും പ്രശ്നമാണ്. മനസ്സിലായി? അപ്പോൾ അത് ചെയ്യാതിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയാം. ക്ലോസ് സർക്കിളിൽ വേണ്ട, ഇന്നർ സർക്കിൾസിൽ അത് വേണ്ട. അവർക്ക് കേൾക്കാൻ വേറെ ആളുകളുണ്ടെന്നേ. ഓക്കെ, അപ്പോ 4 മുസ്ലിങ്ങളിൽ ഒരാൾ കേൾക്കുന്നുണ്ട് എന്ന് ഉറപ്പിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, പക്ഷെ ഞാൻ പറയാ ഇപ്പോ ഒരു 3 പേരെടുത്തായാലും ഒരാളെങ്കിലും ഇപ്പൊ കേൾക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ധൈര്യമായിട്ടിരുന്നോളൂ. ഓക്കെ, തവക്കൽതു അലാ ഡിങ്ക. ബൈ. ശരി, ഓക്കെ, ബൈ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.